ബി.ജെ.പിയുടെ ദേശീയ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം നടന്നത് വൻ അഴിച്ചുപണിയാണെന്നത് നാം എല്ലാവരും കണ്ടതാണ്. ബി.ജെ.പിയുടെ മുൻ കേരള സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ദേശീയ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു പദവി മാറ്റം. അനിൽ ആന്റണിയും ദേശീയ സെക്രട്ടറി സ്ഥാനത്ത് എത്തപ്പെട്ടെങ്കിലും എ.പി. അബ്ദുള്ളക്കുട്ടി ദേശീയ ഉപാധ്യക്ഷ സ്ഥാനത്ത് നിന്നും പുറത്താക്കപ്പെട്ടതും ഇവിടെ എടുത്തു പറയേണ്ട കാര്യമാണ്. കേരളത്തിൽ ബി.ജെ.പി ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലൂടെ കടന്നുപോകുന്നതിനിടെയാണ് ദേശീയ നേതൃത്വത്തിലെ ഈ മാറ്റമെന്നത് കൃത്യമായ സൂക്ഷ്മമായ രാഷ്ട്രീയ പരീക്ഷണങ്ങളുടെ തുടക്കമെന്ന് കൂടി പറയേണ്ടതുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഉയർന്നൊരു ചോദ്യം ഇതാണ്: കെ സുരേന്ദ്രൻ ലഭിച്ച ദേശീയ പദവി കേരള ബി.ജെ.പിക്ക് പുതിയ രാഷ്ട്രീയ ദിശ നൽകുമോ? അതോ സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്ന് സുരേന്ദ്രന്റെ നേരിട്ടുള്ള ഇടപെടൽ കുറയുമോ? അതിനോടൊപ്പം ദേശീയ നേതൃത്വത്തിലെ ഈ അഴിച്ചുപണി കേരള രാഷ്ട്രീയത്തിൽ എത്രത്തോളം പ്രതിഫലിക്കും? ഇത്തരം ചോദ്യങ്ങളാണ് ഇപ്പോഴത്തെ പ്രധാന രാഷ്ട്രീയ ചർച്ചാ വിഷയങ്ങൾ. ആദ്യം നമുക്ക് സമീപകാലങ്ങളിൽ ബി.ജെ.പിയുടെ ദേശീയ നേതൃത്വത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിച്ചതെന്ന് പരിശോധിക്കാം. ബി.ജെ.പി ദേശീയ അധ്യക്ഷനായി നിതിൻ നബീൻ ചുമതലയേറ്റതിന് പിന്നാലെ മാസങ്ങൾക്ക് ശേഷമാണ് ദേശീയ ഭാരവാഹികളുടെ പുതിയ പട്ടിക പുറത്തു വന്നത്. പുതിയ പട്ടികയിൽ സംഘടനാ ജനറൽ സെക്രട്ടറിയായി ബി.എൽ. സന്തോഷ് തുടരുന്നു. അതുപോലെ തന്നെ മുൻ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയെ വീണ്ടും ദേശീയ ജനറൽ സെക്രട്ടറിയാക്കി. വിനോദ് താവ്ഡെ, സുനിൽ ബൻസാൽ തുടങ്ങിയവർ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് തുടരുമ്പോൾ നിരവധി പുതിയ മുഖങ്ങളും ദേശീയ നേതൃത്വത്തിലേക്ക് എത്തി. യുവാക്കൾക്കും വനിതകൾക്കും കൂടുതൽ പ്രാതിനിധ്യം നൽകുന്ന തരത്തിലുള്ള പുനഃസംഘടനയാണിതെന്നാണ് ദേശീയ തലത്തിലെ റിപ്പോർട്ടുകൾ. 13 ദേശീയ ഉപാധ്യക്ഷന്മാരിൽ 6 പേർ വനിതകളാണെന്നതും ശ്രദ്ധേയമായ മാറ്റമാണ്. രാം മാധവ്, വസുന്ധര രാജ് സിന്ധ്യ തുടങ്ങിയ മുതിർന്ന നേതാക്കളും പുതിയ ടീമിൽ പ്രധാന സ്ഥാനങ്ങളിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. ഇതിനിടയിലാണ് കേരളത്തിൽ നിന്നുള്ള മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെ ദേശീയ സെക്രട്ടറിയായി നിയമിച്ചത്. നിലവിൽ ദേശീയ സെക്രട്ടറി ആയിരുന്ന അനിൽ ആന്റണി തലസ്ഥാനത്ത് തുടരും. അതേസമയം ദേശീയ ഉപാധ്യക്ഷനായിരുന്ന എ.പി. അബ്ദുള്ളക്കുട്ടിയെ പുതിയ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിന് ദേശീയ നേതൃത്വത്തിൽ ഒരു പുതിയ സമവാക്യമാണ് രൂപപ്പെടുന്നത്. കെ സുരേന്ദ്രൻ, അനിൽ ആന്റണി എന്നിവർ ദേശീയ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുന്നു. അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖർ കേരള ബി.ജെ.പി അധ്യക്ഷ സ്ഥാനത്തും തുടരുന്നു. ഇവരോടൊപ്പം സംസ്ഥാനത്തെ മറ്റ് മുതിർന്ന ബി.ജെ.പി നേതാക്കളും. ഇത് നിലവിലെ കേരള ബി.ജെ.പിയുടെ പ്രവർത്തന രീതിയിൽ തന്നെ മാറ്റം വരുത്താൻ സാധ്യതയുള്ള ഒരു പുതിയ ഘടനയാണ്, അല്ലെങ്കിൽ ഒരു പുതിയ രാഷ്ട്രീയ പരീക്ഷണം തന്നെയാണെന്നും പറയേണ്ടി വരും. ആദ്യം നോക്കേണ്ടത് കെ സുരേന്ദ്രന്റെ പുതിയ പദവിയെ പറ്റിയിട്ടാണ്. കെ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു സാധാരണ സംഘടനാ നിയമനം മാത്രമാണോ, അതോ കേരളത്തിലെ അദ്ദേഹത്തിന്റെ ദീർഘകാല രാഷ്ട്രീയ പ്രവർത്തനത്തിന് ദേശീയ നേതൃത്വം നൽകുന്ന ഒരു അംഗീകാരമാണോ? ഇതാണ് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. കേരള ബി.ജെ.പി അധ്യക്ഷനായിരുന്ന കാലത്ത് സുരേന്ദ്രൻ പാർട്ടിയുടെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ തന്നെ എക്കാലത്തെയും ഏറ്റവും സജീവമായ മുഖങ്ങളിൽ ഒന്നായിരുന്നു. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ അദ്ദേഹം സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യപ്പെട്ടെങ്കിലും ബി.ജെ.പിക്ക് കേരളത്തിൽ ആദ്യമായി 3 നിയമസഭാ സീറ്റുകൾ ലഭിക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തിലാണ് ഇപ്പോൾ ദേശീയ സെക്രട്ടറിയായി അദ്ദേഹത്തെ ഉയർത്തപ്പെട്ടതെന്നും എടുത്തു പറയേണ്ട കാര്യമാണ്. 2026 തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി നേമം, കഴക്കൂട്ടം, ചാത്തന്നൂർ എന്നീ 3 സീറ്റുകളാണ് നേടിയത്. കേരള നിയമസഭാ ചരിത്രത്തിൽ ബി.ജെ.പിയുടെ ഏറ്റവും മികച്ച സീറ്റ് നേട്ടം കൂടിയാണിത്. നേമത്ത് രാജീവ് ചന്ദ്രശേഖറും കഴക്കൂട്ടത്ത് വി മുരളീധരനും ചാത്തന്നൂരിൽ ബി ഗോപകുമാറുമാണ് വിജയിച്ചത്. അതായത് സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷനായിരുന്ന കാലഘട്ടത്തിന്റെ അവസാനത്തിൽ ബി.ജെ.പിക്ക് സംസ്ഥാന നിയമസഭയിൽ 3 സീറ്റുകളെന്ന ചരിത്ര നേട്ടം ലഭിച്ചുവെന്നതും, അല്ലെങ്കിൽ അത് സുരേന്ദ്രന്റെ സംഘടനാ നേതൃത്വ പാഠവും കൂടിക്കൊണ്ട് സംഭവിച്ച നേട്ടമായും ദേശീയ നേതൃത്വം വിലയിരുത്തിയിട്ടുണ്ടാകണം. അതുകൊണ്ട് തന്നെ ദേശീയ നേതൃത്വം സുരേന്ദ്രനെ പൂർണ്ണമായും സംസ്ഥാന രാഷ്ട്രീയത്തിന് പുറത്തേക്ക് മാറ്റുകയല്ല, മറിച്ച് കേരളത്തിലെ അനുഭവ സമ്പത്ത് ദേശീയ തലത്തിൽ ഉപയോഗിക്കാനുള്ള നീക്കമായും ഈ നിയമനത്തിനെ കാണാൻ സാധിക്കും. എന്നാൽ ഇവിടെ മറ്റൊരു വശമുണ്ട്. സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഇനി അങ്ങോട്ട് സുരേന്ദ്രന്റെ ഇടപെടൽ കുറയുമോ എന്നതാണ് ആ പ്രധാനപ്പെട്ട ചോദ്യം. ദേശീയ സെക്രട്ടറി എന്ന പദവിക്ക് സ്വാഭാവികമായും ദേശീയ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഓരോ രാഷ്ട്രീയ നീക്കത്തിലും നേരിട്ടിടപെടുന്ന മുൻ സംസ്ഥാന അധ്യക്ഷന്റെ രീതിയിൽ സുരേന്ദ്രൻ ഇനി പ്രവർത്തിക്കുമോ എന്നത് കണ്ടറിയേണ്ട കാര്യമാണ്. അത് സംസ്ഥാന ബി.ജെ.പിയിൽ പുതിയ നേതൃത്വത്തിന് കൂടുതൽ സ്വാതന്ത്ര്യം നൽകാനും സാധ്യതയുണ്ട്. ഇപ്പോൾ കേരള ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമത്ത് നിന്ന് വിജയിക്കുകയും ചെയ്ത രാജീവ് ചന്ദ്രശേഖറിന് മുന്നിൽ ഇനി പ്രധാന ദൗത്യം മറ്റൊന്നാണ്. 3 സീറ്റുകളെ എങ്ങനെ അടുത്ത ഘട്ടത്തിൽ കൂടുതൽ സീറ്റുകളാക്കി മാറ്റാമെന്നതാണ് ആ പ്രധാനപ്പെട്ട ദൗത്യം. 2026 ബി.ജെ.പി 3 സീറ്റുകൾ നേടിയെങ്കിലും കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോഴും കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UDF-നും LDF-നും പിന്നിലെ 3ാം ശക്തിയാണ് ബി.ജെ.പി. UDF അധികാരത്തിലെത്തിയ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി 3 സീറ്റുകളാണ് നേടിയത്. അതുകൊണ്ട് തന്നെ ബി.ജെ.പിയുടെ മുന്നിലുള്ള യഥാർത്ഥ വെല്ലുവിളി 3 സീറ്റുകൾ നിലനിർത്തുക എന്നുള്ളത് മാത്രമല്ല, 3 സീറ്റുകളിൽ നിന്ന് 10ലേക്കും 10ൽ നിന്ന് 20ലേക്കും എങ്ങനെ ഘട്ടം ഘട്ടമായി വളരാമെന്നതുകൂടിയാണ്. തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ ബി.ജെ.പി തന്നെ 30ഓളം മണ്ഡലങ്ങളിൽ പാർട്ടിക്ക് കാര്യമായ വോട്ട് ബേസ് ഉണ്ടെന്നും 6 മണ്ഡലങ്ങളിൽ 2ാം സ്ഥാനത്തെത്തിയെന്നും വിലയിരുത്തിയിരുന്നു.
2031 ലക്ഷ്യമിട്ട് സംഘടനാ പ്രവർത്തനം ശക്തമാക്കുമെന്നും നേതൃത്വം വ്യക്തമാക്കിയിരുന്നു. ഇവിടെയാണ് കെ സുരേന്ദ്രന്റെ ദേശീയ പദവിക്ക് പ്രാധാന്യം വരുന്നത്. ദേശീയ പദവി കേരളത്തിലെ BJPക്ക് ഗുണകരമാകുമോ എന്ന് ചോദിച്ചാൽ അത്തരമൊരു സാധ്യത വളരെ കൂടുതലാണെന്ന് പറയേണ്ടി വരും. മാത്രമല്ല, ദേശീയ സെക്രട്ടറിയായി സുരേന്ദ്രന് കൂടുതൽ ദേശീയ തലത്തിലുള്ള സംഘടനാ ബന്ധങ്ങളും പാർട്ടിയുടെ നിർണായകമായ തീരുമാനമെടുക്കുന്ന കേന്ദ്രങ്ങളിലേക്കുള്ള നേരിട്ടുള്ള പ്രവേശനവും ലഭിക്കുന്ന ഒരു ഘട്ടം കൂടി ഈ ഒരു സാധ്യത വർദ്ധിപ്പിക്കുമെന്നതും സത്യമാണ്. കൂടാതെ കേരളത്തിലെ പാർട്ടിയുടെ രാഷ്ട്രീയ ആവശ്യങ്ങൾ ദേശീയ നേതൃത്വത്തിന് മുന്നിൽ നേരിട്ടെത്തിക്കാൻ അതൊരു അധിക സ്വാധീനമായി മാറുകയും ചെയ്യും. പ്രത്യേകിച്ച് കേരളത്തിൽ BJPയുടെ വളർച്ചയ്ക്ക് സംഘടനാപരമായും രാഷ്ട്രീയപരമായും ദേശീയ പിന്തുണ ആവശ്യമാണ്. കേരളത്തിൽ BJPക്ക് ശക്തമായ മണ്ഡലങ്ങൾ പ്രധാനമായും തിരുവനന്തപുരം കേന്ദ്രീകരിച്ചാണ് ഉണ്ടായിരുന്നത്. 2026 3 വിജയങ്ങളിൽ 2ഉം തിരുവനന്തപുരം നഗരമേഖലയിലായിരുന്നു. ചാത്തന്നൂരിലൂടെയാണ് പാർട്ടി കൊല്ലം ജില്ലയിലും നിയമസഭാ സാന്നിധ്യം ഉറപ്പിച്ചത്. അതായത് BJPയുടെ അടുത്ത ലക്ഷ്യം ഈ സ്വാധീനം കൂടുതൽ മണ്ഡലങ്ങളിലേക്ക് വ്യാപിപ്പിക്കുക എന്നുള്ളതായിരിക്കും. ഇവിടെ സുരേന്ദ്രന്റെ ദേശീയ ചുമതല ഒരു നേട്ടമാകാൻ സാധ്യതയുണ്ട്. ദേശീയ നേതൃത്വം, കെ സുരേന്ദ്രൻ, കേരള നേതൃത്വം എന്ന രീതിയിൽ ഒരു ഏകോപന സംവിധാനം കൂടുതൽ ശക്തമാകാം. പക്ഷേ ഇതിന് ഒരു മറുവശം കൂടിയുണ്ട്. 2 ദേശീയ സെക്രട്ടറിമാർ, സംസ്ഥാനത്ത് പുതിയ അധികാര സമവാക്യം. കേരളത്തിൽ നിന്ന് ഇപ്പോൾ അതായത് 2 പേരാണ് ദേശീയ സെക്രട്ടറി സ്ഥാനത്തേക്കുള്ളത്. അത് കെ സുരേന്ദ്രനും അനിൽ ആന്റണിയുമാണ്. ഇരുവരുടെയും രാഷ്ട്രീയ ശൈലിയും പ്രവർത്തന പശ്ചാത്തലവും വ്യത്യസ്തമാണ്. അനിൽ ആന്റണിയെ ഇത്തരത്തിൽ ദേശീയ സെക്രട്ടറി സ്ഥാനത്തേക്ക് നിലനിർത്തിയത് കേരളത്തിൽ നിന്നുള്ള പുതിയ തലമുറയുടെ പ്രാതിനിധ്യം ദേശീയ തലത്തിൽ തുടരാനുള്ള BJP നേതൃത്വത്തിന്റെ തീരുമാനമായി വായിച്ചെടുക്കാം. മറുവശത്ത് സുരേന്ദ്രന്റെ നിയമനം സംഘടനാ പരിചയമുള്ള ഒരു കേരള നേതാവിനെ ദേശീയ ചുമതലയിലേക്ക് ഉയർത്തി എന്നുള്ള രീതിയിൽ വേണം കാണാൻ. ഇതോടെ കേരള BJPയുടെ ദേശീയ പ്രാതിനിധ്യം ഒരു വ്യക്തിയിൽ മാത്രം കേന്ദ്രീകരിക്കില്ല. അതുകൊണ്ട് തന്നെ ഇത് ഗുണകരമാകുമോ എന്നുള്ള ചർച്ചകളും സജീവമാണ്. തീർച്ചയായിട്ടും പക്ഷേ ഇത് ഗുണകരമാകാം. പക്ഷേ രാഷ്ട്രീയത്തിൽ ഒരു പ്രശ്നം കൂടി ഉണ്ടാകും. കേരള BJPയിൽ തീരുമാനമെടുക്കുന്ന യഥാർത്ഥ കേന്ദ്രം ഇനി എവിടെയായിരിക്കും എന്നുള്ളതാണ് ആ ചോദ്യം. സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖരനാണോ, അതോ ദേശീയ സെക്രട്ടറി എന്ന നിലയിൽ കെ സുരേന്ദ്രനാണോ, ദേശീയ നേതൃത്വവുമായി അടുത്ത ബന്ധമുള്ള അനിൽ ആന്റണിക്കാണോ, അതോ കേന്ദ്ര നേതൃത്വം നേരിട്ട് കേരളത്തിലെ സംഘടനാ തീരുമാനങ്ങളിൽ ഇനി ഇടപെടുമോ എന്നുള്ള പല ചോദ്യങ്ങൾക്കും ഇപ്പോൾ വ്യക്തമായ ഒരു ഉത്തരം നൽകുക സാധ്യമല്ല. പക്ഷേ വരും മാസങ്ങളിൽ കേരള BJPയുടെ രാഷ്ട്രീയ നീക്കങ്ങൾ വിലയിരുത്തുമ്പോൾ ഈ അധികാര സമവാക്യം നിർണായകമായി മാറും. മറ്റൊരു നിർണായകമായിട്ടുള്ള കാര്യം ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിന്ന് ഉൾക്കൊണ്ട പ്രധാനപ്പെട്ട ചില പാഠങ്ങളാണ്. അതായത് BJPക്ക് 3 സീറ്റുകൾ ലഭിച്ചത് വലിയ നേട്ടം തന്നെയാണ്. പക്ഷേ അതിനെ കേരളത്തിലെ BJPയുടെ പൂർണ്ണമായ രാഷ്ട്രീയ മുന്നേറ്റമായി കാണാനാകുമോ എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇവിടെയാണ് ചില രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് വിശകലനങ്ങൾ പ്രധാനമാകുന്നത്. പ്രമുഖ മലയാള മാധ്യമങ്ങളടക്കം വന്ന തെരഞ്ഞെടുപ്പ് വിലയിരുത്തലുകളിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം ചൂണ്ടിക്കാണിക്കപ്പെട്ടു. BJP വിജയിച്ച 3 മണ്ഡലങ്ങളിലും പാർട്ടി ദീർഘകാലമായി ശക്തമായ സംഘടനാ പ്രവർത്തനം നടത്തിയിരുന്നു. പ്രത്യേകിച്ച് ചാത്തന്നൂരിൽ BB ഗോപകുമാറിന്റെ തുടർച്ചയായ പ്രവർത്തനം വിജയത്തിൽ നിർണായകമായതായി റിപ്പോർട്ടുകൾ വിലയിരുത്തി. അതേസമയം ചില വിശകലനങ്ങൾ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ദൗർബല്യവും ഇടതുവിരുദ്ധ വോട്ടുകളുടെ ഏകീകരണവും BJPക്ക് അനുകൂലമായ ഘടകങ്ങളായിരുന്നു എന്നുള്ള കാര്യങ്ങളുമൊക്കെയും ഈ ഒരു ഘട്ടത്തിൽ പരിശോധിച്ച് അത് ഏകദേശം അതിൻ്റെ പല രീതിയിലുള്ള ഡേറ്റകളും പരിശോധിക്കുമ്പോൾ ഇത്തരം ചില കാര്യങ്ങൾ കൂടി അല്ലെങ്കിൽ ഇത്തരം ചില സമവാക്യങ്ങൾ കൂടി BJP തുണച്ചു എന്നും പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ BJP നേതൃത്വം ഇനി നേരിടാൻ പോകുന്ന വെല്ലുവിളി വളരെ വ്യക്തമാണ്. 2026 കൈവരിച്ച ഈ 3 സീറ്റുകൾ എന്ന വിജയത്തിനെ സ്ഥിരമായ രാഷ്ട്രീയ അടിത്തറയാക്കി മാറ്റുക, അല്ലെങ്കിൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ ഈ നേട്ടം തിരിച്ചു പോകാനും അല്ലെങ്കിൽ ആ ഒരു പഴയ ഒരക്കം എന്നുള്ള ഘട്ടത്തിലേക്ക് എത്തിപ്പെടാനും ഒക്കെ സാധ്യതയുണ്ട്. അതായത് ഒന്നാമതായി BJP വിജയിച്ച 3 മണ്ഡലങ്ങൾ ശക്തമായി നിലനിർത്തണം. രണ്ടാമതായി 2ാം സ്ഥാനത്തുള്ള മണ്ഡലങ്ങളിൽ സംഘടനാ പ്രവർത്തനം ശക്തമാക്കണം. മൂന്നാമതായി തിരുവനന്തപുരം കേന്ദ്രീകരിച്ചുള്ള BJP സ്വാധീനം മധ്യ കേരളത്തിലേക്കും വടക്കൻ കേരളത്തിലേക്കും വ്യാപിപ്പിക്കണം. 4ാമതായി ന്യൂനപക്ഷ വിഭാഗങ്ങളിലേക്കും ക്രിസ്ത്യൻ സമൂഹത്തിലേക്കുമുള്ള പാർട്ടിയുടെ രാഷ്ട്രീയ ഔട്ട്റീച്ച് കൂടുതൽ ഫലപ്രദമാക്കണം. അതുപോലെ തന്നെ ഏറ്റവും ഒടുവിലായി UDF അധികാരത്തിലെത്തിയ സാഹചര്യത്തിൽ സർക്കാരിനെതിരായ പ്രതിപക്ഷ രാഷ്ട്രീയം അത് BJP എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നതും ഇനിയുള്ള കേരളത്തിലെ BJPയുടെ വളർച്ചയ്ക്ക് വളരെ നിർണായകമാകും. ഇതെല്ലാം ഏകോപിപ്പിക്കാൻ ദേശീയ തലത്തിൽ കെ സുരേന്ദ്രൻ ലഭിക്കുന്ന പുതിയ സ്ഥാനം അത് ഉപയോഗിക്കപ്പെടുമോ എന്നതാണ് ഇനി കണ്ടറിയേണ്ടത്. അബ്ദുള്ളക്കുട്ടിയുടെ പുറത്താക്കലും എന്തായാലും ഈ ഘട്ടത്തിൽ ശ്രദ്ധേയമാവുകയാണ്. ദേശീയ ഉപാധ്യക്ഷ സ്ഥാനത്തിലുണ്ടായിരുന്ന AP അബ്ദുള്ളക്കുട്ടിയെ പുതിയ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നതും കേരളത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധേയമായ ഒരു മാറ്റമായി മാറുകയാണ്. അതേസമയം അനിൽ ആന്റണിയെ നിലനിർത്തുകയും സുരേന്ദ്രനെ ദേശീയ സെക്രട്ടറി ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. അതായത് കേരളത്തിൽ നിന്നുള്ള മുഖങ്ങളെ ദേശീയ നേതൃത്വത്തിൽ നിന്ന് പൂർണ്ണമായി മാറ്റി നിർത്തുന്ന അത്തരമൊരു പുനഃസംഘടനയല്ല ഇത്. മറിച്ച് ചില മുഖങ്ങളെ മാറ്റി ചിലരെ നിലനിർത്തി കേരളത്തിലെ സംഘടനാ ഘടന പുനഃക്രമീകരിക്കുന്ന നീക്കമാണെന്ന് രാഷ്ട്രീയമായി വായിക്കാം. പക്ഷേ ഇനിയാണ് യഥാർത്ഥ രാഷ്ട്രീയ പരീക്ഷണം ആരംഭിക്കുന്നത്.
കെ സുരേന്ദ്രന് ദേശീയ സെക്രട്ടറി സ്ഥാനം ലഭിച്ചു. രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനായി. അനിൽ ആന്റണി ദേശീയ സെക്രട്ടറിയെ തുടരുന്നു. നിയമസഭയിൽ BJPക്ക് നിലവിൽ 3 MLA-മാരുമുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷൻ രാഷ്ട്രീയത്തിലും BJPക്ക് ശ്രദ്ധേയമായ സ്വാധീനമുണ്ട്. ഇതൊക്കെ നോക്കുമ്പോൾ BJP കേരളത്തിൽ മുൻകാലത്തെക്കാൾ എന്തുകൊണ്ടും ശക്തമായ രാഷ്ട്രീയ ഘടനയിലാണ് ഇപ്പോൾ. പക്ഷേ ഒരു കാര്യം നമുക്ക് മറക്കാനാകില്ല, കേരളത്തിൽ BJPയുടെ മുന്നേറ്റം ഇപ്പോഴും തുടക്കഘട്ടത്തിലാണെന്നത് നമുക്ക് ഈ ഒരു സമയത്തും പറയേണ്ടി വരും. 3 സീറ്റുകൾ എന്നുള്ളതൊക്കെ ചരിത്രപരമായ ഒരു നേട്ടം തന്നെയാണ്. പക്ഷേ കേരളത്തിൻ്റെ രാഷ്ട്രീയ അധികാരം പിടിക്കാൻ അത് ഒട്ടും മതിയായി വരില്ല. അതിനായി BJPക്ക് സംസ്ഥാനത്തിൻ്റെ വിവിധ സാമൂഹിക വിഭാഗങ്ങളിലേക്കും പ്രദേശങ്ങളിലേക്കും ഇനിയും വേരുറപ്പിക്കേണ്ടതുണ്ട്. അതിനുള്ള സംഘടനാ ശേഷി നിലവിൽ കേരളത്തിൽ പാർട്ടിക്കുണ്ടോ എന്നതും ചോദ്യമാണ്. അതിലും പ്രധാനമായി കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UDF-നെതിരായ ഭരണവിരുദ്ധ വികാരം അടുത്ത 5 വർഷത്തിനുള്ളിൽ BJPക്ക് അനുകൂലമായി മാറ്റാൻ കഴിയുമോ എന്നതും ഇവിടെ നിർണായകമാകും. അപ്പോൾ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് കേരള BJPയുടെ അടുത്ത രാഷ്ട്രീയ അധ്യായമായി നിർണ്ണയിക്കാൻ പോകുന്ന കാര്യം. അതിനാൽ കെ സുരേന്ദ്രന്റെ ദേശീയ സെക്രട്ടറി പദവിയെ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തുന്ന ഒരു നീക്കമായി മാത്രം കാണുവാൻ സാധിക്കില്ല. അതേസമയം സംസ്ഥാന രാഷ്ട്രീയത്തിലെ അദ്ദേഹത്തിന്റെ നേരിട്ടുള്ള ഇടപെടൽ പഴയതുപോലെ തുടരുമെന്നത് ഇപ്പോൾ ഉറപ്പിച്ചു പറയാനും കഴിയില്ല. ഒരു വശത്ത് ദേശീയ തലത്തിൽ കൂടുതൽ ഉത്തരവാദിത്തമുള്ള കെ സുരേന്ദ്രൻ, മറുവശത്ത് സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ, ദേശീയ സെക്രട്ടറി സ്ഥാനത്ത് തുടരുന്ന അനിൽ ആന്റണി, നിയമസഭയിൽ 3 BJP MLA-മാർ. ഈ പുതിയ ഘടന എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും കേരള BJPയുടെ അടുത്ത നീക്കം. 2024 തെരഞ്ഞെടുപ്പിൽ BJP കേരളത്തിൽ അക്കൗണ്ട് തുറന്നത് മാത്രമല്ല 3 സീറ്റുകളുമായി ശക്തമായി തിരിച്ചെത്തുകയും ചെയ്തു. ഈ 3 സീറ്റുകൾ കേരളത്തിൽ ശക്തമായ വേരോട്ടമാക്കി മാറ്റി പാർട്ടിക്കൊരു പുതിയ തുടക്കം കുറിക്കാൻ സാധിക്കുമോ, അതോ കേരളത്തിലെ BJPയുടെ വളർച്ചയുടെ ഒരു പരിമിത ഘട്ടമായി മാത്രം ഇത് അവസാനിക്കുമോ എന്നുള്ള കാര്യമൊക്കെ ഇനി കാണേണ്ടതുണ്ട്. അതിനുള്ള ഉത്തരം അടുത്ത 5 വർഷത്തെ BJP സംഘടനാ പ്രവർത്തനത്തിലും ദേശീയ നേതൃത്വത്തിൻ്റെ കേരളത്തോടുള്ള രാഷ്ട്രീയ സമീപനത്തിലും പുതിയ സംസ്ഥാന നേതൃത്വത്തിൻ്റെ പ്രവർത്തന ശേഷിയിലുമെല്ലാമാണ്. അതുകൊണ്ട് തന്നെ കെ സുരേന്ദ്രൻ്റെ ദേശീയ സെക്രട്ടറി നിയമനം ഒരു വ്യക്തിക്ക് ലഭിച്ച പുതിയ പദവി മാത്രമല്ല, അതിനെ കേരള BJPയുടെ അടുത്ത രാഷ്ട്രീയ പരീക്ഷണത്തിൻ്റെ തുടക്കമായി തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ കാണേണ്ടി വരും.